ആളുകൾക്ക് തനിച്ച് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ് പറഞ്ഞു. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ തിരുവമ്പാടി തറിമറ്റത്ത് ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീഹാബിലിറ്റേഷൻ എക്സലൻസിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹെൽപ്പിംഗ് ഹാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ തിരുവമ്പാടി തറിമറ്റത്ത് ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീഹാബിലിറ്റേഷൻ എക്സലൻസിന്റെ ശിലാസ്ഥാപനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത്. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. We envision a sanctuary where healing always finds its way home. ആളുകൾക്ക് തനിച്ച് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. കച്ചവടം എളുപ്പമാണെന്നും എന്നാൽ ചാരിറ്റി വളരെ ശ്രമകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ ഞാൻ ദുബായിൽ പോയി സ്ഥാപനം തുടങ്ങിയ അവസരത്തിൽ എൻ്റെ വൈഫിന്റെ പേര് ജോളി എന്നാണ്. ആൾ തുടങ്ങി വെച്ചൊരു സ്ഥാപനമുണ്ട്, My50 എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ എംപ്ലോയീസും ഡെയിലി 50 പൈസ 50 പീസ് തരാ, എത്ര കാശ് കിട്ടുമോ അത്ര തന്നെ ഞാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇതിന്റെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സംഖ്യയാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്ഥാപനത്തിലുള്ള എല്ലാ സ്റ്റാഫും അറിഞ്ഞോ അറിയാതെയോ അവൻ ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരു മനസ്സ് അവനുണ്ടാവാന്നുള്ളതാണ്. അവനും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അവന് തോന്നണം. പക്ഷേ തുടങ്ങി വെച്ചതിന് ശേഷം പലരും 15 ദിറത്തിന് പകരം 100 ദിറംസും ചില ഫംഗ്ഷൻസൊക്കെ 1000 ദിറംസൊക്കെ തന്നുകൊടുക്കും. ലിൻഡോ ജോസഫ് MLA, PK ഗ്രൂപ്പ് ചെയർമാൻ PK അഹമ്മദ്, ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ, മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK ഫൈസൽ, VP മുഹമ്മദ് അലി, NK മുഹമ്മദ് അലി, VA ഹസൻ, KV ഷംസുദ്ദീൻ, നസീം ബക്കർ, ജമാദ് ഉസ്മാൻ തുടങ്ങിയവർ ശിലാസ്ഥാപനത്തിൽ പങ്കാളികളായി. പ്രിയങ്ക ഗാന്ധി MP സന്ദേശം മീഡിയ കമ്മിറ്റി ചെയർമാൻ മജീദ് പുളിക്കൽ വായിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ട്, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു, മുക്ക നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് KP ചാന്ദിനി, G അബ്ദുൾ അക്ബർ, ഗ്രാമപഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, ഹെൽപ്പിംഗ് ഹാൻഡ്സ് പ്രസിഡന്റ് KV നിയാസ്, സെക്രട്ടറി MK നൌഫൽ, CP ഉമർ സുലമി, ഡോക്ടർ ഹുസൈൻ മടവൂർ, സിദ്ദിഖ് തിരുവണ്ണൂർ, ഷൗക്കത്ത് അലി കൊല്ലളത്തിൽ, CP ചെറിയ മുഹമ്മദ്, CK കാസിം, മൂസ മാസ്റ്റർ കൊടുവള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അപകടങ്ങൾ, പക്ഷാഘാതം തുടങ്ങിയവ കൊണ്ട് ശരീരം തളർന്ന് വീടകങ്ങളിൽ ഒതുങ്ങിപ്പോയവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജീവകാരുണ്യ പദ്ധതിയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീഹാബിലിറ്റേഷൻ എക്സലൻസ് ആരംഭിക്കുന്നത്. തിരുവമ്പാടി തറിമറ്റത്തെ 8 ഏക്കർ ഭൂമിയിൽ ഏകദേശം 120 കോടി രൂപ ചെലവിലാണ് സെൻറ്റർ നിർമ്മിക്കുന്നത്. ആദ്യഘട്ട നിർമ്മാണം 2029 പൂർത്തിയാവും. വൈകല്യമുള്ളവർക്കും അപകടബാധിതർക്കും ദീർഘകാല ചികിത്സ ആവശ്യമായ രോഗികൾക്കും ഏറെ പ്രതീക്ഷകൾ നൽകുന്നതാണ് പദ്ധതി. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.